വെൽക്കം. IELTS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് IELTS പരീക്ഷ പാസ്സാവണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബാൻഡ് സ്കോർ കിട്ടണമെങ്കിൽ നിങ്ങൾ ആർജിക്കേണ്ട ചില സ്കില്ലുകളുണ്ട്. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കരുതിയാൽ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന പണവും സമയവും നഷ്ടമാകും. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പാറ്റേൺ കാണുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. ഇതിന് നിങ്ങളുടെ ഉത്തരം നിങ്ങളിത് എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറയുക. അതിനുശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ ഒരു സർവേയുടെ ഫലവും നിങ്ങളും എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്ന് നോക്കാം. ഈ 4 ഉത്തരം നിങ്ങൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അതിനുശേഷം ഞാൻ പറയാം. ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായി ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച IELTS പരീക്ഷ റിസോഴ്സായി ഈ ചാനലിനെ വളർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ആവശ്യമാണ്. ഐ വിൽ സീ ഇൻസൈഡ് ദ ക്ലാസ്. ഏത് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അതിനോടുള്ള നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. എത്ര ശതമാനം നമ്മൾ ആ പരീക്ഷയിൽ നമുക്ക് വേണ്ട ബാൻഡ് സ്കോർ കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ട് സത്യസന്ധമായി. ഇതുകൊണ്ടാണ് ഈ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യം നമ്പർ 1 ഇതാണ്: ഐ ഷുഡ് ലേൺ ഇംഗ്ലീഷ് ഫ്രം ചൈൽഡ്ഹുഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ എനിക്ക് ഇംഗ്ലീഷ് അനായാസം സംസാരിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നുണ്ടോ? സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇനി എന്താണ് ഈ സർവേയിൽ കിട്ടിയ ഫലം എന്ന് നമുക്ക് നോക്കാം. സർവേ പ്രകാരം ഇന്ത്യയിലെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും 86% ആളുകൾ വിശ്വസിക്കുന്നത് ഇംഗ്ലീഷ് ചെറുപ്പം മുതൽ പഠിച്ചാൽ മാത്രമേ ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ 86% ആളായിരിക്കണം. എന്നാൽ ഇതൊരു മിഥ്യാധാരണയാണ് എന്നാണ് ഈ ആർട്ടിക്കിൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മിഥ്യാധാരണ കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠനം എന്നും ആയാസകരമായിരിക്കും, അനായാസമാകില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മൈ മദർ ടങ് ഇൻഫ്ലുവൻസ് ഈസ് മൈ ബിഗസ്റ്റ് ഹിൻഡ്രൻസ് ടു മൈ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ. എൻ്റെ മാതൃഭാഷ ഹിൻഡ്രൻസ് നമുക്കറിയാമല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ മര്യാദയ്ക്ക് വരാത്തത് എന്നാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നോ? സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുന്നോ? സർവേയുടെ ഫലം നമുക്ക് നോക്കാം. സർവേ പ്രകാരം 53% ആളുകൾ വിശ്വസിക്കുന്നത് മാതൃഭാഷയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് പ്രൊനൗൺസിയേഷൻ മോശമാകുന്നതെന്ന്. നീദർ എന്ന് 19% ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 70% ആളുകൾ വിശ്വസിക്കുന്നത് മദർ ടങ് ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണെന്ന് തന്നെ. അതൊരു വിധത്തിൽ സത്യമാണ്. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു ഭാഷ പ്രൊനൗൺസിയേഷൻ കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് അത്രയ്ക്കധികം ഇംഗ്ലീഷ് റിസോഴ്സസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഏത് നേറ്റീവ് സ്പീക്കറോ ഏത് തരം ആക്സൻറ്റോ നമുക്ക് പോയി കേട്ട് പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ എക്സ്ക്യൂസിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് ഗ്രാമർ. ഗ്രാമറാണ് ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ്, നമുക്ക് സർവേ നോക്കാം. സർവേ പ്രകാരം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും 97.2% കുട്ടികളും വിചാരിക്കുന്നത് ഗ്രാമറാണ് ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന്. സത്യം പറഞ്ഞാൽ ഗ്രാമർ എന്ന് പറയുന്നത്, വ്യാകരണം എന്ന് പറയുന്നത് ഭാഷയുള്ള ഒരാൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാഷ അറിയില്ലെങ്കിൽ വ്യാകരണം പറഞ്ഞിട്ട് എന്ത് കാര്യം? അതേപോലെ തന്നെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ വൊക്കാബുലറി ഉള്ള ഒരാൾക്ക് മാത്രമേ വ്യാകരണം ആവശ്യമുള്ളൂ. നമ്മളെയും ഇതാണ് ഈ എന്താ പറയുക തെറ്റിദ്ധാരണയാണ് നമ്മളെയും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. ഗ്രാമർ അല്ല. ബിക്കോസ് ഈ മലയാളത്തിൽ എത്രത്തോളം നമുക്ക് വ്യാകരണം അറിയാം? എനിക്ക് വളരെ കുറച്ച് അറിവേ ഉള്ളൂ, അല്ലെങ്കിൽ അറിയില്ല എന്ന് വേണം പറയാൻ. പക്ഷേ നമ്മളെല്ലാം സംസാരിക്കുന്നില്ലേ? ഇത് തന്നെയാണ് ഇംഗ്ലീഷും. ശരിക്കും നമ്മളതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. അതിൻ്റെ കൂടെ ഗ്രാമർ വേണം, കാരണം റൂൾസ് എന്താണെന്ന് അറിയാൻ. പക്ഷേ ഗ്രാമർ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. ഐ ആം സ്ലോ ഇൻ ലേണിംഗ് ബിക്കോസ് ഓഫ് ഫിയർ ഇൻ മേക്കിംഗ് എറേഴ്സ്. അതായത് തെറ്റുപറ്റുമോ എന്ന ഭയമുള്ളത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പതുക്കെ പുരോഗതി പ്രാപിക്കുന്നത്. നിങ്ങൾ എന്താണ് അഭിപ്രായം? എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി എഗ്രി ഓർ സ്ട്രോങ്ലി ഡിസഗ്രി? നമുക്ക് സർവേ ഫലങ്ങൾ തന്നെ നോക്കാം. അപ്പോൾ സർവേ ഫലങ്ങൾ പ്രകാരം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ക്ലോസ് ടു 70% പ്ലസ് നമ്മൾ നീദർ കൂടി നോക്കുകയാണെങ്കിൽ 84% ആളുകൾ വിശ്വസിക്കുന്നത് തെറ്റുപറ്റുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കാൻ മടിക്കുന്നത്. ഇത് ഒരു വിധത്തിൽ സത്യമായുള്ള കാര്യം തന്നെയാണ്.
പക്ഷേ ഇനി നമ്മൾ എന്താ പറയുക, തെറ്റ് പറ്റുമോ ഇരുന്നാൽ തെറ്റ് പറ്റട്ടെ, എന്നാലും ഞാൻ പഠിച്ചിരിക്കും, പഠിക്കുമ്പോൾ തെറ്റ് പറ്റും എന്ന ഒരു മനോഭാവമാണ് വേണ്ടത്. അപ്പോൾ 4 മനോഭാവങ്ങൾ നമ്മൾ മാറ്റേണ്ടത്. ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് പഠിച്ചാലേ ഇംഗ്ലീഷ് സംസാരിക്കാനാകുള്ളൂ എന്ന മിഥ്യാധാരണ മാറ്റണം. കാരണം ഇനി നമുക്ക് ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോയി അത് പഠിക്കാൻ കഴിയില്ല. 2, മദർ ടങ് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ പ്രൊനൗൺസിയേഷന് പുറകിലേക്ക് ആക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഉള്ള റിസോഴ്സസ് ഉണ്ട്. ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മൾ പല്ല് തേക്കുമ്പോൾ ഹെഡ്ഫോൺസ് വെച്ച് 10 മിനിറ്റ് ഇംഗ്ലീഷ് കുറേ നാൾ കേട്ടാൽ നമുക്ക് ആ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് മനസ്സിലാവും. പിന്നെ 3-മത്തേത് ഗ്രാമർ അല്ല ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്, വൊക്കാബുലറിയും ഗ്രാമറും, ഇത് ഉച്ചാരണശുദ്ധിയും പറയാനുള്ള കഴിവും എഴുതാനുള്ള കഴിവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 4-മത് തെറ്റ് പറ്റും എന്ന ഭയം ഉള്ളിടത്തോളം കാലം നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് 4 ഒഴിവാക്കണം. ഇനി ഈ സ്കില്ലുകൾ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് അടുത്ത ഭാഗത്ത് ഞാൻ പറയുന്നത്. അങ്ങോട്ട് പോകാം. അപ്പോൾ 7 കാര്യങ്ങളാണ് IELTS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത്. അത് റീഡിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, ഗ്രാമർ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, വൊക്കാബുലറി ബിൽഡ് ചെയ്യുക, റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, സ്പീക്കിംഗ്, ലിസണിങ്, ഒരു സ്റ്റഡി റുട്ടീൻ. ഇതെല്ലാം ഞങ്ങൾക്ക് അറിയില്ലേ എന്നാണ് ചോദിച്ചതെങ്കിൽ ഇത് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ വായന ശീലമാണ് ഒന്ന് കൂട്ടേണ്ടത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, റീഡിംഗ് സ്കില്ലിന് നമുക്ക് വേഗത്തിൽ വായിക്കേണ്ടി വരും. വേഗത്തിൽ വായിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റുകളുമായി പരിചയം വേണം. അപ്പോൾ ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെറിയ ടെക്സ്റ്റുകൾ, സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റുകൾ നമുക്ക് വായിക്കാൻ പറ്റുന്നതിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസ് പേപ്പർ എഡിറ്റോറിയലാണ്, ഹിന്ദു ഏതെങ്കിലും, നിങ്ങൾക്കിന്ന് ഓൺലൈനിൽ അവ ലഭ്യമാണ്, നിങ്ങൾക്കറിയാം. അത്തരം സിമ്പിൾ ടെക്സ്റ്റുകൾ എടുത്തുകൊണ്ട് നമ്മൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ നോക്കണം. വായിക്കുമ്പോൾ തിരക്ക് പിടിച്ച് വായിക്കേണ്ട, ഓരോരോ വരിയും വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ നോക്കുക. അതിനുശേഷം നമ്മളൊരു 5 മിനിറ്റ് വായിച്ചാൽ 1 മിനിറ്റ് നിർത്തി എന്താണ് ഞാൻ വായിച്ചത് എന്ന് സ്വയം ഒരു അവലോകനം നടത്തുക. സംശയമുള്ള വാക്കുകൾക്ക് ഡിക്ഷണറി നമുക്ക് നോക്കാം, ഒന്നുകിൽ വായിക്കുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ വൊക്കാബുലറി ബിൽഡിങ്ങിന്. പിന്നെ നമ്മൾ പ്രാക്ടീസ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്നുള്ളതാണ്. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാനൊരു ഹിന്ദു ആർട്ടിക്കിൾ വെച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ എടുത്തൊരു ആർട്ടിക്കിളാണ്. ഇതാണ് നിങ്ങൾ വായിക്കുന്നതെന്ന് കരുതുക. ഡെത്ത് ഫോർ റേപ്പ് ഓൺ ബംഗാൾസ് അപരാജിത ബിൽ, അതാണ് ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, നമ്മളിത് ആലോചിക്കുകയാണ് എന്തിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടാവുക. ഇത് ഒരു ബില്ലിനെ കുറിച്ചാണ്. എന്ത് ബില്ലാണ്? അപരാജിത എന്ന് പറയുന്ന ബില്ലാണ്. ബംഗാളിലാണ് ഇത് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, അവിടെ ഒരു റേപ്പ് കേസ് ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട ഇതിപ്പോൾ വയ്യാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു പക്ഷേ 1 വർഷം 2 വർഷം കഴിഞ്ഞാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് അസംബ്ലിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെത്ത് ഫോർ റേപ്പ് എന്ന് പറഞ്ഞാൽ റേപ്പിന് ഡെത്ത് കൊടുക്കണം എന്ന ബില്ല്. അപ്പോൾ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാകും അതിൽ എന്ന് നമ്മൾ ഊഹിക്കണം. അതിനാണ് നമ്മൾ എന്താ പറയുക, സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റേജ് പ്രീ തിങ്കിങ് എന്ന് പറയും. അതിന് താഴെ ഒരു സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഹോംസ് ആൻഡ് വർക്ക് പ്ലേസസ് മസ്റ്റ് ഫസ്റ്റ് ബി മെയ്ഡ് സേഫ് ഫോർ വിമൻ. അപ്പോൾ ആ ആർട്ടിക്കിളിൻ്റെ സാരാംശം അവിടെ തന്നെ ഉണ്ട്. അതായത് ആദ്യം നമ്മൾ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ജോലി സ്ഥലങ്ങളും വീടുകളുമാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമാക്കേണ്ടത്. അപ്പോൾ ഈ ബില്ലിൽ എന്താണ് ഉണ്ടാവുക, അതായത് ബില്ലിനുണ്ടായ സാഹചര്യം, എന്തൊക്കെ ബില്ലിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും, എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നുള്ളതായിരിക്കും അവസാനം വരിക. അപ്പോൾ ഇത് ആദ്യം ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ പോകേണ്ടത്, ഒരു എഡിറ്റോറിയലാണെങ്കിൽ എപ്പോഴും അവസാനത്തെ വരി വായിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു സമ്മറി കിട്ടും. ഉദാഹരണത്തിന്, ജസ്റ്റിസ് വിൽ ബി ബെറ്റർ സെർവ്ഡ് ഇഫ് ബാരിയേഴ്സ് ടു വിമൻസ് അഡ്വാൻസ്മെൻറ്റ്സ് ആർ റിമൂവ്ഡ് ഫസ്റ്റ് ബൈ മേക്കിംഗ് വർക്ക് പ്ലേസ് ആൻഡ് ഹോം സേഫ് ഫോർ ദം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സബ് ടൈറ്റിൽ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. അതായത് അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി, ഇതിനാണ് നമ്മൾ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. വിതിൻ 1 മിനിറ്റിനുള്ളിൽ ഇതിലെന്തായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആദ്യം നോക്കുമ്പോഴും നമ്മൾ ആദ്യം 1 സെക്കൻഡ് ആലോചിക്കണം, എന്തായിരിക്കും ഈ ടെക്സ്റ്റിലുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, എന്ത് ടെക്സ്റ്റ് കിട്ടിയാലും മുൻകൂട്ടി തന്നെ പല കാര്യങ്ങളും ഊഹിക്കാൻ പറ്റും. പിന്നെ അത് എവിടെയാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. രണ്ടാമത്തത് ഗ്രാമർ സ്കിൽസാണ്. ഗ്രാമർ സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, പൊതുവേ നമുക്ക് ബേസിക് ആയിട്ടുള്ള റൂൾസ്, അതായത് നമുക്ക് ടെൻസസ് അറിയണം. അപ്പോൾ ടെൻസസിൻ്റെ ബുക്ക് തുറന്ന് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മളൊരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെവിടേക്കാണ് ടെൻസസ് വരുന്നത് എന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ വരുമ്പോൾ ഹാവ് ബിക്കം ഫെയർലി കോമൺ. അപ്പോൾ ഹാവ് ബിക്കം എന്ന് പറയുന്നതാണ് അവിടെ. അത് എന്ത് ടെൻസായിരിക്കും നമ്മൾ ആലോചിച്ചു. ഹാവ് ബിക്കം എന്ന് പറയുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അതിൽ ഉപയോഗിക്കുന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ
വായിച്ചു വരുമ്പോൾ ഹാവ് സോട്ട് എന്ന് വരുന്നുണ്ട്, വീണ്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് ഇതെന്ത് ടെൻസാണ്, പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമുക്കിതിൽ അറിയുന്ന ടെൻസുകൾ ഏതൊക്കെയുണ്ട് എന്ന് നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കുക. അറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രാമർ ബുക്ക് റെഫർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ്. ഇതിനു വേണ്ടി ഞാനിപ്പോൾ സമീപകാലത്ത് നമ്മുടെ ഇതിൽ തന്നെ ഇടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ എഴുതി നോക്കുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നേരത്തെ വായിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷം നമ്മളത് സമ്മറൈസ് ചെയ്യാൻ പറ്റും നോക്കുക. അപ്പോൾ എന്താണ് ഈ ബില്ലിൽ ഉണ്ടാവുക എന്ന് നമ്മളൊരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വാക്കിൽ എഴുതാൻ പറ്റുമോ നോക്കുക. തെറ്റ് പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്നറിയാമല്ലോ, നമ്മളത് എഴുതി ടൈപ്പ് ചെയ്തിട്ട് ഇന്നിപ്പോൾ ChatGPT കയറി പ്ലീസ് കറക്റ്റ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ രണ്ടും നോക്കുമ്പോൾ എവിടേക്കാണ് നമ്മൾ തെറ്റ് വരുത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തേത് വൊക്കാബുലറി ബിൽഡിംഗ് തന്നെയാണ്. ഇതും എങ്ങനെ ചെയ്യാം, നമ്മൾ നേരത്തെ വായിച്ച പോലെ നമ്മളതിൽ നോക്കുകയാണ്. ഇതിലിപ്പോൾ എത്ര വാക്കുകൾ നമുക്കറിയാം. ഉദാഹരണത്തിന് ദ ക്രൈ ഫോർ ഡെത്ത് പെനാൽറ്റി ആഫ്റ്റർ എവരി ഹെയ്നസ് സെക്ഷൽ ക്രൈം. അപ്പോൾ ഹെയ്നസ് അല്ലെങ്കിൽ ഹീനിയസ് എന്ന് പറയും. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? അപ്പോൾ അത് നമ്മൾ ഇതിൽ നോക്കി. ഗവൺമെൻറ്റ്സ് yielding to issuing ordinances and passing bills have become fairly commonplace. അപ്പോൾ അതിലൊന്നും നമുക്ക് ഇത് വരുന്നില്ല. പിന്നെ amended എന്നുള്ള വാക്ക് വരുന്നുണ്ട്, ബ്രൂട്ടൽ എന്ന വാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളൊരു 3 4 അല്ലെങ്കിൽ 5 വാക്കിൻ്റെ അർത്ഥം തയ്യാറാക്കി എന്താ പറയുക, ഒരു ഫ്ലാഷ് കാർഡ്, ഇവിടെ ഒരു 8 ഫ്ലാഷ് കാർഡുകൾ ഇരിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എടുത്തില്ല. അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിവ്യൂ ചെയ്യാനും പറ്റും. അങ്ങനെയാണ് നമ്മൾ വൊക്കാബുലറി ബിൽഡ് ചെയ്യേണ്ടത്, നമ്മൾ ആ ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ച്. കോണ്ടെക്സ്ച്വൽ ലേണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു കത്ത് എഴുതേണ്ടി വരുന്നു, ഇതുപോലത്തെ ഇത് വരില്ല. അപ്പോൾ നമുക്ക് കോണ്ടെക്ച്വലി തന്നെ ആ വാക്കുകൾ കിട്ടും. അമെൻമെൻറ്റ്സ്, ഫെയർലി കോമൺ, പ്ലേസ് എന്ന്, ഹാവ് ക്രൈഡ്, സോട്ട് എന്ന വാക്കുകളൊക്കെ നമുക്ക് കയറി വരും. അങ്ങനെ ആ കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ആ വാക്കുകൾ വേറൊരു ഇതിൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ റീഡിങ് സ്കിൽസ്, ഗ്രാമർ സ്കിൽസ്, ഇനി റൈറ്റിംഗ് സ്കിൽസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ ചെറിയ ചെറിയ പാരഗ്രാഫുകൾ എഴുതിക്കൊണ്ടാണ്. ആദ്യം എഴുതുമ്പോൾ ക്ലാരിറ്റി നമ്മുടെ ഭാഷയിൽ എഴുതാൻ പറ്റും നോക്കുക. പിന്നെ എഗെയിൻ നമ്മൾ ChatGPT പോയി എഴുതിയത് ടൈപ്പ് ചെയ്ത് ഇതൊന്ന് എന്താ പറയുക ഗ്രാമാറ്റിക്കലി കറക്റ്റ് ചെയ്ത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാൻ ചോദിക്കുക. എന്നിട്ട് നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് പറ്റും. ദിവസം എഴുതാൻ നോക്കുക. തെറ്റ് പറ്റും എന്നുള്ളത് വിചാരിക്കേണ്ട. തെറ്റ് പറ്റിയാൽ തന്നെ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. തെറ്റ് പറ്റാതെ എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കാണിച്ചു തരണം. ഇനി വരുന്ന സ്പീക്കിംഗ് സ്കിൽസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ സ്വയം ഒന്ന് ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഓഡിയോ മതി. ഇനി വീഡിയോ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് ടുഡേ ഐ റെഡ് അബൌട്ട് ദിസ് അപരാജിത ബിൽ ഓഫ് ബ്രിങ്ങിങ് ഡെത്ത് പെനാൽറ്റി ടു റേപ്പ് ക്രൈംസ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നമുക്കറിയുന്ന ഭാഷയിൽ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നമ്മളത് കേൾക്കുക. പിന്നെ കോൺവെർസേഷൻ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പ്ലാനുണ്ട്. ഞാൻ ഒരു എന്താ പറയുക, ഒരു വാട്സപ്പിൻ്റെ ഒരു ലിങ്ക് താഴെ വെറുതെ ഇടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തരുന്നുള്ളൂ. ഞാൻ ഇടയ്ക്ക് എനിക്കൊരു ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഞാനൊരു സൂം കോൾ വിളിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, യാതൊരു ഫ്രീ ആയിട്ട്, ഓക്കെ, ഇറ്റ്സ് നോ മണി റിക്വയർഡ്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ചിരിക്കാം. പിന്നെ ലിസണിങ് സ്കിൽസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിന് ഇംഗ്ലീഷ് കോണ്ടൻറ്റ് കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണത്തിന് എവറി ഡേ മോർണിംഗ് ഞാൻ ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഐ പുട്ട് മൈ എയർപോഡ്സ്, ഇറ്റ്സ് ഹിയർ, ആൻഡ് ഐ ലിസൺ ടു ആൻ ഇംഗ്ലീഷ് ഓഡിയോ. ഇറ്റ് കുഡ് ബി എനിത്തിങ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ബ്രഷ് ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഞാൻ കോഫി ഇട്ട് കുടിക്കുന്നുണ്ടാവും, പാല് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ അർത്ഥമൊന്നും നോക്കണ്ട, ജസ്റ്റ് അതിങ്ങനെ ഒന്ന് ഹിറ്റ് ചെയ്യട്ടെ. ഒരു 2-3 ആഴ്ച ഇംഗ്ലീഷ് ആക്സെൻറ്റ് മനസ്സിലാക്കാൻ നോക്കുക. ഒന്നും മനസ്സിലാക്കേണ്ട, അത് കേൾക്കുക. പിന്നെ എന്താണ് ഇവർ പറയുന്നത്, എന്നിട്ട് നേരത്തെ വായിക്കുമ്പോൾ ഉപയോഗിച്ച് അതേപോലെ തന്നെ നമുക്കതിനെ ചെറുതായിട്ട് സമ്മറൈസ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഭാഷയിൽ പറയാൻ പറ്റുമോ, ഇതെല്ലാം നമ്മൾ ചെയ്യുക. ഇത് നിങ്ങൾ റുട്ടീനായിട്ട് ചെയ്താൽ ഒരു 90 ദിവസം ചെയ്താൽ ഐ പ്രോമിസ് യു ഡിയർ യുവർ ഇംഗ്ലീഷ് ലെവൽ വിൽ ബി ഗോ അപ്പ്. ഈ സ്കില്ല് അച്ചീവ് ചെയ്യാതെ നിങ്ങൾ എത്ര പ്രാവശ്യം പരീക്ഷ ചെയ്താലും നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടില്ല. അവസാനം ഏറ്റവും തിരക്കേറിയ ജീവിതത്തിൽ നമ്മളൊരു സ്റ്റഡി റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഒരു സ്കെഡ്യൂൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഒരു 3-4 ദിവസം നിങ്ങൾ നോർമലി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് റെക്കോർഡ് ചെയ്യുക. അതായത് രാവിലെ എത്ര മണിക്ക് എണീക്കുന്നു, ഞാൻ ഇത്ര നേരം പല്ല് തേക്കുന്നു, ഇത്ര നേരം കുളിക്കാൻ ഉപയോഗിക്കുന്നു, ഇത്ര നേരം മൊബൈൽ നോക്കാൻ ഉപയോഗിക്കുന്നു, യാത്ര ചെയ്യാൻ, ജോലിക്ക്, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ യൂട്യൂബ് നോക്കുന്ന ആളാണെങ്കിൽ അതൊരു 20 മിനിറ്റായി കുറയ്ക്കാൻ പറ്റുമോ, 10 മിനിറ്റ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അനാവശ്യമായിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ട് ചിറ്റ് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ഷോട്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുമോ, അങ്ങനെ സമയം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ മോണിറ്റർ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ നമുക്ക് ആദ്യം മൈൻഡ് സെറ്റ് മാറേണ്ട ആവശ്യമുണ്ട്. പിന്നെ സ്കിൽസ് എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ടോ ഇതുകൊണ്ടോ ഉണ്ടാക്കാൻ പറ്റില്ല, പതുക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്പുകൾ ഇന്ന് തൊട്ട് തന്നെ ഉപയോഗിച്ച് തുടങ്ങും, നിങ്ങൾക്ക് അസാമാന്യമായിട്ട് ഇമ്പ്രൂവ് ആവാൻ പറ്റും.
ആൻഡ് ഐ വിൽ ഓൾസോ ഹിയർ ടു ഹെൽപ്പ് യു. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഏത് സമയത്താണെങ്കിലും എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇത് എന്തെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ IELTS-മായി ബന്ധപ്പെട്ട് ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ സൈനിങ് ഓഫ്.